ഇറങ്ങിക്കോളി. ആ എന്നെ കൊണ്ടിട്ട് പോരി. നാരായണ നാരായൺ ഇവിടെയാണോ? ഇന്നടുത്തൊന്നുമില്ല, ഇവിടാണ് സ്ഥിരമായിട്ട് പകലുറക്കം. രാത്രിയോ? രാത്രി സാധാരണ ഉറക്കല്ലോ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര്. ഈ കക്ഷിക്ക് വീടില്ലേ? വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ. വരി, ധൈര്യമായിട്ട് വരി, കയറിക്കോളി. ഇതിന്റെ പ്രധാന ദോസ്താണ് മൂപ്പര്. നോക്കണേ നാരായണ, അവര് ഇവിടെ ഒക്കെയാണ് മൂപ്പര് ആസ്ഥാനം. എത്ര ചോര കണ്ടോനാണ് ഇവൻ. ഇതാ വേറൊന്ന് കണ്ടോ, മനുഷ്യന്റെ ചങ്കും കോരിൽ എവിടെയൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാൻ. നമുക്ക് കൊല്ലും കൊലപാതകമൊന്നും വേണ്ടട്ടോ, എനിക്ക് വീടൊന്നും ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി. എന്തും അതിന്റെ വഴിക്ക് നാരായണൻ ഹാൻഡിൽ ചെയ്തോളൂ. പന്ത് ഇപ്പൊ നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിൽ ഇടപെടരുത്. നാരായണൻ പന്ത് ഏറ്റ് ഗോൾമുഖത്തേക്ക് പാഞ്ഞു കയറും, ഗോൾ അടിക്കും. പോരെ? ആളെ ഇനി എവിടെ ചെന്ന് തപ്പും? നമ്മളില്ല കൂടെ, നിങ്ങൾ നടക്കി വരി പോവാ. ഇതാരുടെ വീടാ? ഇതൊക്കെ നമ്മളെ വീട് തന്നെ. സാർ നാണിക്കാതെ വന്നാട്ടെ. ശാന്തമ്മേ, ശാന്തമ്മേ. മൊയ്തനിക്ക, ഞാൻ വിചാരിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നു. അങ്ങനെ അങ്ങോട്ട് മറക്കാൻ ഒക്കും നിന്നെ? കേറി ഇരിക്കേട്ടാ, അല്ലെങ്കിൽ ഉമ്മറത്തിരിക്കണ്ട, അകത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, അയാൾ അവിടെ നിന്നോളൂ. ഓ എനിക്കറിയാം, മൊയ്തനിക്കാക്ക് ഇപ്പൊ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ശാന്തമ്മേ, അത് പറയരുത്. സ്നേഹമില്ല എന്നുള്ളൊരു വാക്ക് ശാന്തമ്മ പറയരുത്. വന്ന കാര്യം പറയടോ. ആ പറയും പോലെ. നാരായണേട്ടനകത്തുണ്ടോ? ഏത് നാരായണേട്ടൻ? നത്തോ? നത്തോ? ഒന്ന് പതുക്കെ പറ, ആളെങ്ങനെ അകത്തുണ്ട് പുളിച്ച തെറിയേക്കൂ. ഒന്ന് വിളിക്കടി. അയ്യോ ഇവിടെ ഇല്ല. എന്റെ അടുത്ത് കളവ് പറയരുത്. എന്റെ അമ്മയാണ് സത്യം, നാരായണേട്ടൻ ഇവിടെ ഇല്ല. മിനിഞ്ഞാന്ന് രാവും പകലൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എവിടെ പോയി കിടക്കണ ഇയാള്? കയ്യിൽ കുറച്ച് കാശ് വന്നു പെട്ടിട്ടുണ്ടല്ലോ, അത് തീർക്കാതെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. വന്ന കാലേ നിക്കാതെ അകത്തി കയറി ഇരിക്കേട്ടാ. വാടോ പോകാം. നാരായണേട്ടന് വന്നൊരു കോളാണ്. ഇനി ഇയാൾ എവിടെ ചെന്നാണ് തപ്പ് റബ്ബേ? അല്ല സാറേ, എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? വണ്ടി എടുക്കണോ? ആ എന്നാ പോവാ. ജോസ് ഒന്ന് നോക്കുക. നീ നമ്മളെ നത്തിനെ കണ്ടോ? ഇല്ല. ഇനി ഇയാൾ എവിടെ ചെന്ന് കിടക്കുന്നു പഠിച്ചോനെ? എന്താ കാര്യം? നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. നത്തിന് ഉടനെ കിട്ടണം, അല്ലെ പാർട്ടി കയ്യിന്ന് പോവേ. അയ്യോ വിടണ്ട, നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം. എന്ന് ജോസ് ഒന്നാ വഴിക്ക് നീങ്ങ്, ഞാൻ ഒന്ന് ഷാപ്പ് പോയേക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തൂങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം. ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഈ കക്ഷികളെയൊക്കെ നമുക്ക് വിശ്വസിക്കാമോ? നത്ത് പാവം നമ്പ ഇത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. ആ മൊയ്തീനുണ്ടല്ലോ വേതാളം, അവനെ അങ്ങനെ നമ്പണ്ട, കള്ളനാ. നത്തു നാരായണന്റെ വലം കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ്. നത്തിന് വലം കയ്യോ ഇടം കയ്യോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ, രാമു, ഇടിയൻ രാമു. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. ആരാന്ന് പറഞ്ഞില്ല, എന്താ അത്യാവശ്യം അത്ര? അയാളാണ്. ആ തന്നെ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് ഭാസ്കരൻ നായർ. ആ ടയർ കടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടികിട്ടുമെന്ന്. ആരെ? നമ്മുടെ നാരായണൻ. ഓഹോ, തല്ലാനോ കൊല്ലാനോ? കൊല്ലൊന്നും വേണ്ട, വേണ്ടി വന്ന് 4 പൂജ പൂശണം. എനിക്ക് എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. അതിന് നാരായണനാരാ? പോലീസാ? അതിന്റെ കാശ് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാന്നേ. അങ്ങനൊരു കാശ് അവന് വേണ്ട. മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ല അല്ലടോ. തെമ്മാടിത്തരത്തിന് അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും. അതിന് എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ പോയി അയാളോട് പറ. അവനെ തല്ലിയാ നന്നാവില്ല.
ഇനി അവനെ ഗുണ്ടായസിനെ വിളിക്കാൻ വരുന്നവർക്കാടി, മനസ്സിലായോ? എനിക്ക് ഏത് നേരത്തെ ഈ ബുദ്ധി തോന്നി എന്റെ ദൈവമേ. ചൊവ്വനിട്ടിരുന്നെങ്കിൽ മനുഷ്യന് സൗകര്യമായിട്ട് നടക്കാമായിരുന്നു. ഇതെന്തൊരു കല്ലിടലാണ്. എടാ കള്ള പന്നി, ആളെ മക്കാറാക്കിട്ട് മുങ്ങാണല്ലേ? അടിച്ചാന്റെ സിൽവർ ഞാൻ അളക്കും. ഇതിന് ഓട്ടോറിക്ഷ കാശ് എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. പിന്നെ നാരായണ തപ്പി ഞാൻ നടന്നതിന്റെ കാശാരി വരും. എല്ലാം കൂടി എത്രയാണെന്ന് വെച്ചാൽ തന്നേക്കാം. ആ എന്നാ ഒരു 500 കൊടു. 500 രൂപ? പിന്നെ 10-20 കിലോമീറ്ററല്ലേ എവിടെയുള്ളൂ. ഞാനൊരു 50 രൂപ തരാം. എന്റെ തനി സ്വഭാവം നീ അറിയും. ഇത് വലിയ പുലിവാലായല്ലോ എന്റെ ഈശ്വര. ഇനി ബസ് കാശുള്ളൂ, ഇത് ഞാൻ തരില്ല. മതി, ബാക്കി നാരായണത്തിന് കൂട്ടി വീട്ടിൽ വരുമ്പോ വാങ്ങിച്ചോണ്ട്. എനിക്കൊരു നത്തനയും വേണ്ട, നാരായണനും വേണ്ട. തടി ഒഴിവായി കിട്ടിയാൽ മതി. ഇത് എന്ത് പിശാചിക്കലാണ്? ഉടുമ്പ് പിടിക്കണവരെ പിടിക്കണത്. ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. എന്ത് ഒന്ന് എണ്ണേൽക്കാൻ. പട്ടി വല്ലാതെ കുരയ്ക്കുന്നു. കള്ളന്മാരാരോ വന്നിട്ടുണ്ട്. അച്ഛാ, ജനലാരോ അടങ്ങി. എന്റെ ഈശ്വര, നീ അവലക്കേ കിടക്ക്. ഞാനെടുക്കാം. അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ആണെങ്കിൽ പോരുത്. ഭാസ്കരനാരല്ലേ? അതെ, ഞാൻ നാരായണനാണ്. നത്തന്റെ അച്ഛൻ. അങ്ങനെ വിളിച്ച് അടിച്ച് പല്ലിയാൻ കൊഴിക്കും പന്നി. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങ. പുറത്തെ കടുവ നിൽക്കല്ലേ? വളർത്തുമ്പോ ഇത്തിരി മര്യാദക്ക് വളർത്തിക്കൂടെ? പട്ടിയാണെങ്കിൽ എന്ത്? എന്നെ നിലം തൊഴിച്ചിട്ടില്ലെന്നേ. കൊച്ചകത്തേക്കല്ലേ? പെങ്ങള് പോയി കിടന്നോ, ഞാൻ കൂടെ അല്പം സംസാരിക്കാനുണ്ട്. 2000 രൂപ തരണം. പോലീസ് കേസുണ്ടായ ആ ചിലവും വഹിക്കും. എന്തിന് 2000 രൂപ? വീട് ഒഴിപ്പിച്ച് താക്കോല് കൈ തരും. ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ? അക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. തൽക്കാലം ഇവിടെ ഇറങ്ങി പോയാ മതി. എങ്കിൽ എന്റെ കാശ് എന്നൊക്കെ ഞാൻ പോയേക്കാം. നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്ന്. പിന്നെ നിന്റെ കാശ് ഇടപെടാൻ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണനില്ല. വീട് ഒഴിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, എനിക്ക് എന്റെ കാശ് കിട്ടണം. ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ. അതാരും മറക്കണ്ട. ഒഴിപ്പിക്കണോ വേണ്ടയോ? രണ്ടായാലും കാശിന് കുറവില്ല. എന്ത് തീരുമാനിച്ചു? എന്നാ പിന്നെ ഒഴിപ്പിച്ചിട്ട് എന്നാ പോരെ. മതി. ഇന്ന് വേണോ നാളെ വേണോ? നാളെ മതി. അപ്പോ പട്ടിയെ ചങ്ങല കിട്ടാൻ ഞാൻ വരാന്തേ കിടന്നോളാം. നിങ്ങൾക്ക് വാതിലടച്ചകത്തിരുന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ലേ? 2000 മുതലിക്കില്ല. 2500 വേണം. 2000 സമ്മതിച്ചല്ലേ? പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഉറപ്പാ, ഏതായാലും 2 അടി പൊട്ടും. ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വഹിക്കേണ്ടി വരും. സമ്മതിച്ചോ? സമ്മതിച്ചോ? സമ്മതിക്കാതെ പിന്നെ എന്താ നിവൃത്തി? അന്നച്ചിന്ന് സംസാരിക്കും. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊഴിയണം ഈ നിമിഷം. കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? നമുക്ക് കോടതി കാണാം. അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ. ഞാൻ ഭാസ്കരൻ നായരോടാ സംസാരിക്കുന്നത്. നീ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ നിനക്കറിയില്ല. അറിഞ്ഞാ നീ വറയ്ക്കും. ചോര കണ്ട് കൊതിമാറിയവനാടാ ഈ നാരായണൻ. എന്നെ തൊട്ടവന്റെ ശവ ഇവിടെ വീഴും. ചട്ടിങ്ങലൊക്കെ എടുത്ത് ഇറങ്ങും. അല്ലെങ്കിൽ കുമ്പളങ്ങ ചവിട്ടുന്ന പോലെ ചവിട്ടും. ഈ തടിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇറങ്ങണം. ആ വേണം. ആ
എന്താ ഇത്? മിണ്ടിയ നാക്കാൻ ചവിട്ടി പറിക്കും. പോലീസിനെ വിളിക്കണം. പോലീസ് നേരാണ്ട് പുല്ലാടാ പുല്ല് ഗ്രാഫ് വാടാ വാടാ അടുക്കരുത് അടുക്കരുത് അടുത്താൽ അപകടമാണ്. പച്ചയിറക്കിലേക്ക് ഇരുന്ന പോലെ ഞാൻ കീറും. ചോരക്കളവാവിടെ നിന്റെ 6 ഇരട്ടിയുള്ള ചുരുളിപ്പരമുന ഒറ്റ ചവിട്ടിന് വീട്ടിയോടാ ഞാൻ. ബ്ലാക്ക് ബെൽറ്റ് റോയെ ഒറ്റയിരിക്ക് പെൻസിൽ വരെ നുറുക്കിയവനാ ഞാൻ. അടുക്കരുത് അടുക്കരുത്. പോടാ. നേരെ 1 മിനിറ്റ് സമയം തരണം. ഒരു വണ്ടി വിളിക്കാനുള്ള സമയം. ഞങ്ങൾ പോകോളാം. സത്യമാണോ? ഈശ്വരനാണ് സത്യം. വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി വീട് പൂട്ടി താക്കോലിന്റെ കയ്യിൽ തന്നിട്ടേ നാരായണൻ പോകൂ. മതി. ആ പിശാചെല്ലാം നശിപ്പിക്കും. ഒന്ന് നിർത്താൻ പറയും. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നോ നോ, അതിന്റെ ആവശ്യമില്ല. മതി നാരായണ, മതി. അയാൾ പോകാൻ സമ്മതിച്ചു. 1 മണിക്കൂർ സമയം കൊടുക്കും. നിങ്ങൾ സമ്മതിച്ചു? ഞാൻ സമ്മതിച്ചു. കൈയുടെ തരിപ്പ് തീർന്നില്ല. കൊടുകൈ. എന്തിന്? കൈ കൊടു. പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. ഓക്കേ ഓക്കേ. ഇന്ന് തന്നെ എന്റെ പണി കഴിക്കും. മിനിക്കുട്ടി, അമ്മ പറയുന്നതൊക്കെ അതിങ്ങനെ താഴെ വീണ കേടാവും. കേടായ അമ്മയ്ക്ക് എന്താ? മാമ ഇനി എനിക്ക് മേടിച്ചു തരുമല്ലോ. ഓ അച്ഛാ, ഹായ്, അച്ഛന്റെ പൊന്നോള് നല്ല ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നല്ലോ. മാമൻ കൊണ്ടുവന്നതാ. ആണോ? ഉടുപ്പും കളിപ്പാട്ടും എല്ലാം കൊണ്ടുവന്നു. ആ അതാണ്ട മിഠായി. നാരായണൻ എപ്പോഴാ സതി വന്നേ? ഉച്ച കഴിഞ്ഞു. ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു. 4 കാലില്. നിനക്കാല് ചീത്ത പറയാൻ വരുന്നോ അവനെ? ഞാനില്ലേ, കേൾക്കണവർക്ക് നാണോ ഇല്ലെങ്കിൽ പറയണവർക്കെങ്കിലും വേണം. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. പോരാത്തിന് ഒറ്റയ്ക്കല്ല, കൂടെ ഒരു പടയുണ്ട്. ഒരു ഓട്ടോറിക്ഷ ലിഫ്റ്റിങ്ങളെല്ലാം കൂടി എങ്ങനെ കേറി പറ്റണോ എന്റെ ഈശ്വര. ഇവിടെ നത്തവിടെ കിടപ്പുണ്ടാ. എവിടെ? അവിടെ ഇന്നലെ സന്ധ്യയ്ക്ക് വന്ന് കിടക്കണ കിടപ്പാ. നാരായണ, ശരി പേര് വിളിച്ചപ്പോ എണീച്ചല്ലോ. ഇത് എന്തുറക്കോടാ? മയങ്ങിപ്പോയി. നല്ല മയക്കാ. ഇപ്പൊ ഒന്ന് കിടന്നോളാ. എപ്പോ? സന്ധ്യ. ആ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ ഇപ്പൊ എന്താണെന്നറിയാം? ഉറങ്ങിപ്പോയി. നിനക്ക് കിട്ടിയ പേര് കറക്റ്റാ, നത്ത്. നത്ത് നിന്റെ തന്ത ഇടിയന്റെ. ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു. കിട്ടിയ മുഴുവൻ തീർത്തു അല്ലേ? പിന്നെ കാശ് കീശയിലുണ്ടേ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ. നോക്കടാ, കാശുണ്ട്. നോക്കട്ടെ, കാശുണ്ടെന്നേ. നോക്കട്ടെ. ഒരുപാടുണ്ടല്ലോ. 1 രൂപ 45 പൈസ. ഇനി ആരെങ്കിലും പിപ്പിടി കാണിച്ച് കാശ് കിട്ടണവരെ മിടുങ്ങാൻ എന്തോ ചെയ്യും? എന്റെ കുടുംബത്തോട് മീൻകറി ചോദിച്ചോണ്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല. ഞാൻ വരുന്നില്ല. പോരെ. എടാ, ഇനിയെങ്കിലും പഠിക്കേ. മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക്. ഓ ഒരു പുണ്യാളച്ചൻ. നീ എന്നാടാ മനുഷ്യന്മാരായത്? നമ്മൾ ഒരുമിച്ച് വരെ പയറ്റിയതല്ലേ? ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കും മനുഷ്യന്മാരായി മര്യാദക്കാരനായി. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോളാം. ജീവിച്ചോ? എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തല്ലുകൊണ്ടങ്ങ് ചാവ്. എടാ ചത്താ നീയൊന്നും തിരിഞ്ഞു നോക്കണ്ട പുല്ലേ. ആ ചോറ് കളയാതുണ്ട് മോളെ. ഇന്ന് എന്താ അത്ര വലിയ ആലോചന? ഏയ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നമ്മുടെ നാരായണനെ കണ്ടിരുന്നു. എന്നിട്ട് പിണങ്ങിയല്ലേ? പിണങ്ങിയൊന്നുമില്ല. ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു. അവനും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. കൈ കാശുമില്ല. കുറച്ച് ചോറും കൂടാനെടുത്ത് വെച്ചേക്ക്, ചിലപ്പോ വരും. പിണങ്ങിയാ പോയതെങ്കിൽ ഇനി വരണ കാര്യം സംശയ. ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അല്ലെങ്കിൽ ആരുടെങ്കിലും കൈ കൊടുത്തേക്കാം. എന്നാ കൊണ്ടു കൊടുത്തേക്കാ, അതാ നല്ലത്. അല്ലെ തിരിച്ചു കൊടുത്തായിരിക്കും. ചത്താലും വാശി കൊടുത്തില്ലല്ലോ. എന്തിനാ വന്നേ? എനിക്ക് തോന്നിട്ട്. അന്ന് വാങ്ങിച്ചെന്ന വണ്ടി ചീത്തയായി പോയി. അത് പോട്ടെ, മാമൻ അതിനേക്കാളും വലിയൊരു വണ്ടി വാങ്ങിച്ചു കേട്ടോ. ഇപ്പൊ വാങ്ങിച്ചു തരുമോ? ഇപ്പൊ വാങ്ങിച്ചേരം മാമന്റെ കയ്യിൽ നോട്ടടിക്കി വെച്ചിരിക്കല്ലേ.
കാശ് ഇന്ന് വരും നാളെ പോവും അല്ലേ മോളെ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിചാരം കാശ് കുടുക്കയിലിട്ട് കുലുക്കിയ ഇരട്ടിയാവുന്ന അത് പൂത്ത് പോകൂലേ? മോള് പറ കാശ് എന്തിനുള്ളതാ? പൊട്ട് വാങ്ങാം, വള വാങ്ങാം, മാല വാങ്ങാം. ബീഡി വാങ്ങാം, ചായ വാങ്ങാം, വെള്ളം വാങ്ങാം, അങ്ങനെ ചെലവാക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തയ്ക്കില്ല. ആയിക്കോ, ആർക്കാ ഛേദം? ദാ ചോറുണ്ട്. എനിക്ക് വിശപ്പില്ല, ഞാനുണ്ട്. രണ്ടും കൂടി പറയരുത്. ഒന്നെങ്കിൽ വിശപ്പില്ലാന്ന് പറയാ, അല്ലെങ്കിൽ കഴിച്ചെന്ന് പറയാ. വീര്യം കാണിക്കണ്ട. നല്ല മീൻകറിയാ, കൊടമ്പുളി ഇട്ട് വെച്ച നല്ല അസല മീനാ. ദാ വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കളാം കേട്ടോ. കഷ്ടപ്പെട്ട് തിന്നണ്ട. ഞാൻ നാണയില്ലാണ്ട് വെട്ടിവഴിങ്ങുന്ന നീ നിന്റെ കെട്ടിയനോട് ചെന്ന് പറയണ്ട. ഓ, എന്റെ കെട്ടിയോൻ അറിയാൻ പാടില്ലാത്ത ഒരാള്. വാ മോളെ, ടാറ്റ പറ മോളെ. ടാറ്റാ. ആ വണ്ടിയുടെ കാര്യം മറക്കില്ല കേട്ടാ.